പാപ്പനശ്ശേരിയിൽ 4 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ്. തമിഴ്നാട് സ്വദേശികളായ മുത്തു അക്കലു ദമ്പതികളുടെ കുഞ്ഞാണ് മരിച്ചത്. വളപട്ടണം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി തരാം. അതിനു മുമ്പ് ഒരു പ്രതികരണം ഒന്ന് കേൾക്കാം. ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. സ്റ്റാർട്ടിംഗ് ആണ്, ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഘട്ടത്തിൽ നമ്മളൊരു മുൻധാരണയോടൊന്നും പറയാൻ പറ്റില്ല. അവരെ ചോദ്യം ചെയ്ത് വരുന്നുണ്ട്. ഇല്ല, അത് ഇപ്പോൾ പറയാൻ പറ്റില്ല. ഞാൻ ബാക്കി വിശദമായിട്ട് പെട്ടെന്ന് പറയാം. 3 കുട്ടികളും അച്ഛനും അമ്മയാണ് ഈ വീട്ടിലുണ്ടായത്. അല്ല, ഈ കാര്യങ്ങൾ ഇപ്പോൾ പറയാൻ എനിക്ക് വെളിപ്പെടുത്താൻ പറ്റില്ല. ഞാൻ കൂടുതൽ മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ കേട്ടോ. അരുൺ, ഈ സംഭവം ഉണ്ടായത് എങ്ങനെയാണ്, എന്താണ് ഈ ദൗർഭാഗ്യമായ സംഭവത്തെ പറ്റി അറിയാൻ കഴിയുന്നത്? അഷ്മി, ഇന്നലെ രാത്രി ഏകദേശം 11 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് പോലീസ് ഉൾപ്പെടെ പറയുന്നത്. പോലീസിന് ഈ കുഞ്ഞിനെ 4 മാസം പ്രായമുള്ള കുഞ്ഞിനെ കാണാതായെന്ന പരാതിയാണ് വളപട്ടണം പോലീസ് ലഭിക്കുന്നത്. ഞാനിപ്പോൾ ഈ കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെത്തിയ ഇടത്താണുള്ളത്. ഈ കിണറിലാണ് 4 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. പോലീസ് എത്തുന്നതിന് മുമ്പ് തന്നെ മൃതദേഹം ഈ തൊട്ട് സമീപമുള്ള ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ തന്നെ താമസിക്കുന്ന ക്വാർട്ടേഴ്സാണിത്. അവിടെ നിന്നുള്ള സമീപവാസികൾ അവരാണ് ഈ തെരച്ചിലിനൊടുവിൽ ഇത് കണ്ടെത്തിയതെന്നാണ് പറയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ഇവർ താമസിച്ചിരുന്ന, ഈ കുഞ്ഞുൾപ്പെടെ താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സ് ഇവിടെയാണ്. ഇത് പൂർണ്ണമായും മറ്റിതര സംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ താമസിക്കുന്നത്. രാത്രിയോടെ ഈ കുഞ്ഞുൾപ്പെടെ എല്ലാവരും ഉറങ്ങാൻ കിടന്നിരുന്നു എന്നതാണ് പറയുന്നത്. അതിനിടെ ഈ കുഞ്ഞിനെ കാണാതാവുന്നു. ഇവരുടെ ജ്യേഷ്ഠൻ്റെ ഇപ്പോൾ ഈ മരിച്ച കുഞ്ഞിൻ്റെ മാതാപിതാക്കളുടെ ജ്യേഷ്ഠൻ്റെ മക്കളും ഇവിടെ തന്നെയാണ് താമസിച്ചിരുന്നത്. അവിടെ ആ ജ്യേഷ്ഠൻ്റെ മകനാണ് ഈ കുഞ്ഞിനെ ഇങ്ങനെ കാണാതായി എന്ന രീതിയിൽ രാത്രി ഇവരോട് ഇത് ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അങ്ങനെയാണ് സമീപവാസികൾ ഉൾപ്പെടെ സഹായത്തോടെ ഈ തിരച്ചിൽ നടത്തുകയും ചെയ്തു. ഇവർ തമിഴ്നാട് സ്വദേശികളാണ്. തമിഴ്നാട് സ്വദേശികളുടെ കുഞ്ഞാണ് ഈ മരിച്ചത്. ഇതിൽ ദുരൂഹതയുണ്ട് എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ പ്രാഥമികമായി പറയുന്നത്. ഇതെങ്ങനെയാണ് ഇതിൻ്റെ കൂടുതൽ വ്യക്തത അന്വേഷണത്തിനൊടുവിൽ മാത്രമേ പറയാൻ കഴിയൂ എന്നതാണ്. കണ്ണൂർ ACP ഉൾപ്പെടെ അല്പസമയത്തിന് മുമ്പ് ഇവിടെ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. നിലവിൽ ഇപ്പോൾ ഈ മാതാപിതാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അവരെ ചോദ്യം ചെയ്ത് വരികയാണ് എന്നതാണ് പോലീസ് എന്തായാലും പറയുന്നത്. എങ്ങനെയാണ് ഈ കുഞ്ഞ് ഇങ്ങനെ കാണാതായതും ഈ കിണറ്റിലേക്ക് കുഞ്ഞ് എത്തിയതുമെന്ന കാര്യത്തിലൊക്കെ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യൽ, അവരെന്താണ് അതിൽ പറയുന്നത്, ഈ മാതാപിതാക്കൾ എന്താണെന്ന് പറയുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് വരികയാണ് എന്നാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ താമസിക്കുന്ന മറ്റ് അയൽവാസികൾ ഉൾപ്പെടെയുള്ളവർ ഇതര സംസ്ഥാന തൊഴിലാളികളിൽ നിന്നെല്ലാം പോലീസ് വിവരം ശേഖരിക്കുന്നുണ്ട്. ഈ ക്വാർട്ടേഴ്സിന് തൊട്ട് സമീപമാണ് ഈ കിണറുള്ളത്. നമുക്ക് കാണാം, ഏകദേശം 10 മീറ്റർ മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ. ആ കിണറ്റിൽ തന്നെയാണ് കുഞ്ഞിനെ കണ്ടെത്തിയത്. കിണറ്റിൽ വലിയ ആഴമുണ്ട് നമുക്ക് പറയാൻ സാധിക്കില്ല, പക്ഷേ വെള്ളം എന്തായാലും ഈ കിണറ്റിലുണ്ട്. ഇവരെ ഇത്തരത്തിൽ കാണാതായി എന്ന് പറയുന്നു. അതിനുശേഷം തൊട്ട് സമീപവാസികൾ, ഇതര സംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള സമീപവാസികളെ ഉൾപ്പെടെ സഹായം തേടുന്നു. അങ്ങനെ അവർ കൂട്ടമായി ചേർന്ന് നടത്തിയ തെരച്ചിലൊടുവിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. അതിനുശേഷമാണ് പോലീസ് സംഘം ഉൾപ്പെടെ ഇവിടെ എത്തിയത്. എന്തായാലും പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ദുരൂഹതയുണ്ട് എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണത്തെ സംബന്ധിച്ചുൾപ്പെടെയുള്ള അതിൻ്റെ വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തമിഴ്നാട് സ്വദേശികളായിട്ടുള്ള ഈ കുഞ്ഞിൻ്റെ മാതാപിതാക്കളെ വളപട്ടണം പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വരികയാണ്. ആ ചോദ്യം ചെയ്യലിനൊടുവിൽ കൂടുതൽ വ്യക്തത വരും. എങ്ങനെയാണ് ഈ കാണാതായതെന്ന് സംബന്ധിച്ചുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്.